നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. മാർച്ച് 20 എന്നുള്ളത് വെസ്റ്റ് ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം അതിസങ്കീർണമായ ഒരു ദിവസമായി മാറിയിരിക്കുന്നു. കാരണം 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഒളി യുദ്ധം നടത്തി ഹമാസ് തുടങ്ങി വെച്ച ആ യുദ്ധ കാഹളം ഇപ്പോൾ ഹൂതികളും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു സംഘട്ടനത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാർച്ച് 18 ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായങ്ങൾ തടഞ്ഞു വെച്ചതു മുതൽ ഇസ്രായേലും അതേപോലെ തന്നെ ഹമാസും തമ്മിലുള്ള ഒരു ആക്രമണ പരമ്പരയ്ക്ക് മാർച്ച് 18 ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായ ട്രക്കുകൾ അവരവിടെ ബ്ലോക്ക് ചെയ്യാനിടയായിരുന്നു. അപ്പോൾ തന്നെ ഹൂതികൾ ഇസ്രായേലിനെ വാൺ ചെയ്തു, നിങ്ങൾ ഗാസയിലേക്കുള്ള സഹായങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ, ആ ബ്ലോക്കേജ് ഒഴിവാക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യും. തൊട്ടടുത്ത ദിവസം ഇസ്രായേൽ അതിശക്തമായ മാരകമായ ആക്രമണം ഗാസയിലേക്ക് അഴിച്ചുവിടുവാൻ ഹമാസിന്റെ തീവ്രവാദികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുകയുണ്ടായി. ഈ ആക്രമണം വലിയ തോതിലുള്ള കാഷ്വാലിറ്റിയാണ് ഗാസയ്ക്കുള്ളിൽ ഉണ്ടാക്കിയത്. ഇതിനോടനുബന്ധിച്ച് അമേരിക്കയുടെ വാർഷിപ്പിൽ നിന്ന് പറന്നുയർന്ന അമേരിക്കൻ എയർക്രാഫ്റ്റുകൾ യമന്റെ വിവിധ പ്രദേശങ്ങളിൽ, സന അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ 7ഓളം സ്ഥലങ്ങളിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഇതിൽ പ്രമുഖരായ കുറെ ഹൂതി നേതാക്കന്മാരും സിവിലിയൻസും ഹൂതി ടാർഗറ്റ്സുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ആക്രമണത്തിന്റെ പ്രത്യാക്രമണമായി കഴിഞ്ഞ 72 മണിക്കൂറിനിടയിൽ 4 തവണയാണ് USS ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പിനും അതിന്റെ ഫ്ലീറ്റിനുമെതിരെ ഹൂതികൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകാൽ 2 തവണയാണ് ഹൂതികൾ US-ന്റെ സൂപ്പർ ഷിപ്പായ ഹാരി എസ് ട്രൂമാനെ ലക്ഷ്യം വെച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അമേരിക്ക ഇന്ന് അടിയന്തരമായിട്ടുള്ളൊരു യോഗം വിളിച്ചു ചേർക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൂതികൾക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഹൂതികൾ നടത്തുന്നത് തീക്കളിയാണെന്നും അമേരിക്ക 1 ഇഞ്ച് പോലും പിൻപിലോട്ട് പോകത്തില്ലെന്നും ഹൂതികളുടെ ടാർഗറ്റുകളെ, ഹൂതി തീവ്രവാദ കേന്ദ്രങ്ങളെ ശക്തമായ രീതിയിലുള്ള ആക്രമണം ഇനി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് ഹൂതികൾക്കൊരു മുന്നറിയിപ്പ് അമേരിക്ക കൊടുത്തു കഴിഞ്ഞു. ഇതുവരെയും ഹൂതികൾ കണ്ടിട്ടില്ലാത്ത അത്ര മാരകമായിട്ടുള്ള ആക്രമണം ഹൂതികൾക്ക് നേരിടേണ്ടി വരും എന്നുള്ള ഒരു ശക്തമായ വാണിംഗ് അമേരിക്ക ഇതിനോടകം നൽകിക്കഴിഞ്ഞു. മാത്രവുമല്ല, ഇനി ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെയോ അമേരിക്കൻ ഭടന്മാർക്കോ കാഷ്വാലിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ആക്രമണം യമനിലെ ഹൂതികളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഹൂതികളെ പിന്താങ്ങുന്ന ഇറാനെ അടക്കം അമേരിക്ക ആക്രമിക്കുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പും കൂടി അമേരിക്ക ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഏതാണ്ട് 4 പ്രാവശ്യത്തോളമാണ് ഹൂതികൾ അമേരിക്കൻ വാർഷിപ്പുകളെ ലക്ഷ്യം വെച്ചത്. അതിൽ 18ഓളം ബാലിസ്റ്റിക് മിസൈൽസും അതേപോലെ ക്രൂയിസ് മിസൈൽ, ഡ്രോൺസ് എന്നിവ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂതികൾ അമേരിക്കയുടെ ഹാരി എസ് ട്രൂമാൻ അടങ്ങുന്ന ഫ്ലീറ്റിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ വളരെ കൃത്യതയോടെ തന്നെ അമേരിക്ക ഇതിനെ ചെറുത്തു നിന്നു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതിന്റെ എത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ടെന്നും ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഈ മിസൈൽ അറ്റാക്ക് മൂലം അമേരിക്കയുടെ വാർഷിപ്സ് ഫ്ലീറ്റിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യമനിലെ ഹൂതിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള യഹ്യ സാരിയ പറഞ്ഞത്, ഇസ്രായേൽ എത്രത്തോളം കാലം ഗാസയിലേക്കുള്ള സഹായങ്ങൾ തടഞ്ഞു വെക്കുന്നു, അത്രയും കാലം ഞങ്ങൾ റെഡ് സീയിലെ ബാബൽ മന്ദിർ സ്ട്രൈറ്റിലൂടെ കടന്നു പോകുന്ന ഒരൊറ്റ കപ്പലിനെയും വെറുതെ വിടത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, ഇനിയും തങ്ങൾ അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിടുമെന്നുള്ള പ്രഖ്യാപനവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കടന്നു വരുമ്പോൾ വെസ്റ്റ് ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ അതിതീവ്രമായ യുദ്ധത്തിന്റെ വലിയൊരു കാഹളത്തിന്റെ മുഴക്കമാണ് നമ്മൾ കേൾക്കുന്നത്. പെന്റഗൺ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക ഒരിക്കലും
സിവിലിയൻസിനെ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും ഹൂതികളുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസിനെയും അതേപോലെ തന്നെ ആംസ് ഡിപ്പോകളെയും ഹൂതി ശക്തി കേന്ദ്രങ്ങളെയുമാണ് അമേരിക്ക ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അമേരിക്ക കഴിഞ്ഞ ദിവസം 7ഓളം വരുന്ന സനയടക്കമുള്ള 7ഓളം പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 53 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 98 പേർക്ക് സീരിയസ്ലി ഇഞ്ചുവേർഡുമാണ്. സന, സദ, മാരിബ് അതേപോലെ തന്നെ ദമാർ എന്ന് പറയുന്ന ഈ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെട്ട 7ഓളം സ്ഥലങ്ങളിൽ അമേരിക്ക അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഹൂതികളുടെ ഭാഗത്തു നിന്നും അമേരിക്കയ്ക്കോ അമേരിക്കയുടെ ഈ വാർഷിപ്പ് ഫ്ലീറ്റിനെതിരെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ മിലിറ്ററി ഇൻസ്റ്റലേഷനെതിരെയോ ഹൂതികളുടെ ഭാഗത്തു നിന്നും അറ്റാക്ക് വന്നാൽ അത് ഇറാനെതിരെയുള്ള ഒരു യുദ്ധമായിട്ട് തന്നെ പരിണമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൂതികളും പറഞ്ഞിരിക്കുകയാണ്, അമേരിക്കയുടെ എല്ലാ ഇൻസ്റ്റലേഷൻസ്, മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ഇൻസ്റ്റലേഷൻസിലേക്കും ഞങ്ങൾ ആക്രമണം നടത്തും. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എങ്കിൽ ആക്രമണം ഞങ്ങൾ അവിടെയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഹൂതികളുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള യഹ്യ സാരിയ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം, അമേരിക്കയ്ക്ക് ഖത്തറിലും UAE-യിലും അതേപോലെ തന്നെ സൗദി അറേബ്യയിലും ഒക്കെ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിൽ അവർക്ക് മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ഉണ്ട്, സൈനിക കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കും എന്നുള്ളതാണ് ഇവിടെ ഹൂതി നേതാവ് പറഞ്ഞു വെക്കുന്നത്. ഇതിനോടകം ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് ലാസ്റ്റ് 24 അവേഴ്സിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 14 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ രണ്ടാമത്തെ സീസ് ഫയർ എഗ്രിമെന്റ് അത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ സീസ് ഫയർ എഗ്രിമെന്റ് ഇൻവാലിഡ് ആയതിനു ശേഷം നിരന്തരമായ ആക്രമണമാണ് ഗാസയുടെ പ്രദേശത്ത് ഇസ്രായേൽ അഴിച്ചുവിടുന്നത്. കാരണം ഇസ്രായേലിന്റെ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അവിടെ ഹമാസിന്റെ തീവ്രവാദികൾ ഇസ്രായേലിനെതിരെയുള്ള വീണ്ടും കരുനീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് ഷിൻബറ്റും അതേപോലെ മൊസാദിന്റെയും കൃത്യമായ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ തുടർന്ന് ആക്രമണത്തിന്റെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു അല ഒലി ഇപ്പോൾ ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഗാസയിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്തു തുടങ്ങി. ഒരിക്കൽ യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ള കൺസെപ്റ്റിൽ തിരിച്ചു വന്ന ജനങ്ങളാണ് ഇപ്പോൾ വീണ്ടും പലായനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്റ്റേജസിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഹമാസും തയ്യാറാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ചിറകുടിഞ്ഞ പക്ഷിയായിട്ടും ആ പക്ഷി ഇപ്പോഴും കീഴടങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. അവസാനത്തെ വ്യക്തിയെയും നഷ്ടപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഹമാസ് തങ്ങളുടെ ഈ ഉദ്യമത്തിൽ നിന്നും പിൻവാങ്ങുകയുള്ളൂ, അല്ലെങ്കിൽ അവർ എന്നേക്കുമായി നാശത്തിലേക്ക് പോകുകയാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഹമാസ് മാത്രമല്ല നശിക്കുന്നത്, ഇവിടെ ഗാസയിലെ സാധാരണപ്പെട്ട ജനങ്ങളും പൗരന്മാരും കുട്ടികളും അടക്കുന്ന വലിയൊരു സമൂഹത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ലോകം ഇതിനെ കാണുന്നത്. ഇതിനോടകം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഇസ്രായേൽ ഈജിപ്ഷ്യൻ ഒഫീഷ്യൽസുമായിട്ട് ഒരു സംഭാഷണം നടത്തുകയുണ്ടായി. ഇസ്രായേലി ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിലാണ് ഈ ഒരു ഡിസ്കഷൻ നടന്നിട്ടുള്ളത്. അതിന്റെ ഇനി എന്താണ് തൊട്ടടുത്തുള്ള നിമിഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫർദർ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ലാവറോവുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. റെഡ് സീയിലൂടെയുള്ള ഷിപ്പുകളെ ഹൂതികൾ ടാർഗറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ അതിന് തിരിച്ചടിയായിട്ട് അമേരിക്ക നടത്തുന്ന റിട്ടാലിയേഷനെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായി തന്നെ ഈ പ്രതിരോധ മന്ത്രിയുമായിട്ട് സ്റ്റേറ്റ് സെക്രട്ടറി ഇതിനോടകം സംഭാഷണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ശക്തമായ ഒരു ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. വെസ്റ്റ് ഏഷ്യ യുദ്ധ കലുഷിതമാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് യമനെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. യമന്റെ സായുധ സേനയും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഇപ്പോൾ യുദ്ധകാഹളം മുഴക്കിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശക്തമായ ഒരു പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. യമനിൽ നിന്നും ഒരു പലായനം നമ്മൾക്ക് ഉടനടി പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ എല്ലാം അവസാനം മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലെ നീരാളി കൈകളായിട്ടുള്ള ഇറാന്റെ കൈകളെ വെട്ടുന്നതിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഒരു പക്ഷേ ഇറാനും അമേരിക്കയുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു സംഘട്ടനം അതിവിദൂരമല്ല എന്നുള്ളതും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.
ഇറാന് കൃത്യമായ വാണിംഗ് ആണ് അമേരിക്ക കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികളെ അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ വെപ്പൺ നിർമ്മിക്കുന്നതിൽ നിന്നും ഇറാനെ തടയുന്നതിന് വേണ്ടിയിട്ട് ശക്തമായ ഒരു ആക്രമണത്തിന് പെന്റഗൺ കൂപ്പുകൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം രീതിയിൽ ഹൂതികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ. അത് അമേരിക്കയ്ക്ക് നേരിട്ട്, അമേരിക്കയുടെ പ്രോപ്പർട്ടീസിനെ നേരിട്ട് ബാധിക്കുമ്പോൾ ഒരു കാരണവശാലും അമേരിക്ക അടങ്ങിയിരിക്കത്തില്ല എന്നുള്ളതും ഇത് ഇറാനെതിരെയുള്ള ശക്തമായ ഒരു ആക്രമണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം എന്നുള്ളതും കാര്യങ്ങളെ സങ്കീർണമാക്കുന്നു. അമേരിക്കയുടെ വലിയൊരു ട്രൂപ്സിനെയാണ് ഇപ്പോൾ ഈ ഹൂതികളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഹൂതികളെ ആക്രമിക്കാൻ കൂടി ഇപ്പോൾ റെഡ് സീയിലേക്കും അതേപോലെ തങ്ങളുടെ സമീപ പ്രദേശത്തുള്ള രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കും അമേരിക്ക അയക്കാൻ വേണ്ടി ഇപ്പോൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു. ഇത് വലിയ തോതിലുള്ള ഒരു സംഘടനം ഈ പ്രദേശത്തെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെതിരെ ഹൂതികൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് അതിശക്തമായ രീതിയിലുള്ള ബാലിസ്റ്റിക് മിസൈൽസും ഡ്രോൺസും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ഇസ്രായേലിന്റെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരിക്കുന്നത് ശക്തമായ രീതിയിൽ ഇസ്രായേലിന്റെ അയൺ ഡോമും ആരോ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സൗദി അറേബ്യയുടെ എയർ സ്പേസിൽ വെച്ച് തന്നെ പല മിസൈലുകളെയും തങ്ങൾ നശിപ്പിച്ചു എന്നുള്ള ബാലിസ്റ്റിക് മിസൈൽസുകളാണ് അധികവും ഹൂതികൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട് ഉള്ളത്. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഇസ്രായേലിന്റെ ഇന്റർനാഷണൽ എയർപോർട്ടായിട്ടുള്ള ബെൻഗുറിയോണിൽ ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിന്റെ കൃത്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വരും സമയങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത്തരം രീതിയിലുള്ള ഒരു മൾട്ടിപ്പിൾ അറ്റാക്ക് ഹൂതികളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അമേരിക്കയും ഇസ്രയേലും അതേപോലെ തന്നെ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഹൂതികളെ ടാർഗറ്റ് ചെയ്യുവാനും ഹൂതി കേന്ദ്രങ്ങളെ തച്ചുടയ്ക്കുവാനും യമനിലെ ഹൂതി ശക്തികളെ ദുർബലപ്പെടുത്തുവാനോ അല്ലെങ്കിൽ നശിപ്പിക്കുവാനോ ഉള്ള വലിയ സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾക്ക് ഇതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ആ മേഖലയിൽ ഉണ്ടാകും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഹൂതികൾ ഇപ്പോൾ റെഡ് സീയിൽ മാത്രമല്ല ഇപ്പോൾ അവർ അറ്റാക്ക് നടത്താൻ തുടങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ആ വളഞ്ഞു ചുറ്റി ഇങ്ങനെയൊക്കെ ഷിപ്പുകൾ മറ്റു വഴിയിലൂടെ പോകുമ്പോൾ, റെഡ് സീ ഒഴിവാക്കി മറ്റു വഴിയിലൂടെ പോകുമ്പോൾ അവിടെയും ഹൂതികൾ ആക്രമണം നടത്തുന്നു. ഇത് ലോക വിലക്കയറ്റത്തിനും മറ്റ് രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതിലേക്കും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള ആക്രമണം അതിശക്തമാകുന്നത്. അപ്പോൾ അവർക്കെതിരെയുള്ള ആക്രമണം അതിശക്തമായേക്കാം. കാരണം ലോക രാജ്യങ്ങൾ മുഴുവനും ഇതിനെ പിന്തുണയ്ക്കും, അമേരിക്കയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെ എല്ലാം എടുത്തു പറയേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. നമുക്ക് ലോക സമാധാന സംഘടന എന്ന് പറയുന്ന UN ഉണ്ട്. UN ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. UN എവിടെയെന്ന് പോലും ആർക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥ. വളരെ നിർഗുണന്മാരായിക്കൊണ്ട് തീവ്രവാദത്തിന് മാത്രം കൊടപിടിക്കുന്ന ഒരു സംഘടനയായി അധംപതിച്ചു പോയ UN ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. UNന്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള ഒരു മൗനമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശ്മശാന മൂകമായിട്ടുള്ള ഒരു മൗനത. ഇത് വളരെ രീതിയിൽ ലോകത്തെ ബാധിക്കുന്നുണ്ട്. വളരെ വലിയ രീതിയിലാണ് ലോകക്രമങ്ങളെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിനെയും വെസ്റ്റ് ഏഷ്യയും സംബന്ധിച്ചിടത്തോളം മാർച്ച് 20 എന്നുള്ള ഇന്നത്തെ ദിവസം അതിസങ്കീർണവും തുടർന്നുള്ള ദിവസങ്ങൾ അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ലോകത്ത് സമാധാനം അനിവാര്യമാണ്, തീവ്രവാദം തുടച്ചു നീക്കപ്പെടേണ്ടതുമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് ഇത്തരം വാർത്തകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ.